സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ പോലീസ് സംവിധാനം കാണുമ്പോൾ ഇപ്പോൾ പഴയ എമർജൻസി കാലം ഓർമ്മ വരികയാണ്. അടിയന്തരാവസ്ഥക്കാലം. അതെ, അന്ന് വി എൻ രാജന് IG ആയിരുന്ന വി എൻ രാജനെ കടത്തി വെട്ടിയിട്ട് ജയറാം പടിക്കലായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. സൂപ്പർ IG ആയിരുന്നു. അപ്പം അതേപോലെ ഇപ്പോൾ ഒരു സൂപ്പർ DGP ആണ് നമ്മൾ കാണുന്നത്. അതായത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയും കടത്തി വെട്ടിയിട്ടാണ് MR അജിത് കുമാർ സൂപ്പർ DGP ആയിട്ട് നടക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതായത് പിണറായി വിജയന് താല്പര്യം ഈ ADGPയോടാണ്, അതുകൊണ്ട് DGPക്ക് സ്ഥാനമില്ലാതെ പോകുന്ന പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ചില നടപടികൾ DGPയുടെ കാണുമ്പോൾ തോന്നുന്നു അദ്ദേഹം ഹീസ് ട്രൈങ് ടു സെറ്റ് ഹിസ് ഫുഡ് ഡൗൺ, അദ്ദേഹത്തിൻ്റെ പിടിയൊന്ന് മുറുക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. അത് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അൻവറിൻ്റെ കുറേ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷണങ്ങൾ നടന്നു. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രശ്നം മാമി തിരോധാനം, മാമി എന്ന് പറയുന്ന മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര്, മുഹമ്മദ് ആറ്റൂർ എന്ന മറ്റാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മാമി എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉള്ള ആളാണ്. അദ്ദേഹം കാണാതെ അതിനെപ്പറ്റി അന്വേഷണം നടന്നിരുന്നു. അപ്പോൾ ആ അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ മലപ്പുറം SP ശശിധരനും അതേപോലെ കാലിക്കറ്റ് കമ്മീഷണർ T നാരായണനും അവർ അന്വേഷണം നടത്തിയിട്ട് അതിനെപ്പറ്റിയുള്ള കുറച്ച് റിപ്പോർട്ടുകളൊക്കെ MR അജിത് കുമാറിനെ കാണിച്ചിരുന്നു. അപ്പോൾ അവരോട് വിശദീകരണം തേടിയിരിക്കുകയാണ് നമ്മുടെ DGP. അതായത് അങ്ങനെ എല്ലാം അജിത് കുമാറിൻ്റെ അടുത്തേക്ക് പോകേണ്ട, എന്താണ് എന്നെ അല്ലേ കാണിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവർ എടുത്ത സ്റ്റെപ്പിനൊരു വിശദീകരണം തേടിയിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നടത്തുന്ന എൻക്വയറി, അത് സ്പർജൻ കുമാർ നടത്തുന്ന എൻക്വയറി ഡീറ്റെയിൽസ് നേരിട്ട് DGPയെ ഏൽപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ DGPയും അതേപോലെ ADGPയും തമ്മിലുള്ള മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അജിത് കുമാറിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഇതിൻ്റെ ചർച്ച നടക്കുന്ന സമയത്ത് ഈ രണ്ടുപേരും മതി, DGPയും ADGPയും മതി എന്നുള്ളത്, വേറെ ആരും പാടില്ല എന്നുള്ളത്. പക്ഷേ അതും DGP റിഫ്യൂസ് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ കാണുമ്പോൾ കുറച്ച് നമ്മുടെ DGP ഒന്ന് അസർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ആണ് തോന്നുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്താ അതിനെപ്പറ്റി? അതെ, സാറ് പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. അത് അടിയന്തരാവസ്ഥക്കാലത്ത് വളരെ പ്രകടമായിരുന്നു. അത് എപ്പോഴും ഈ പോലീസിലെ ഒരു ഹെറാർക്കിയിൽ എപ്പോഴും താരതമ്യേന താഴെ കിടക്കുന്ന പലരും ഏറ്റവും ടോപ്പിലിരിക്കുന്നവൻ്റെ തലക്കുമീതെ ഭരിക്കുന്നൊരു സംവിധാനം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണം വളരെ പ്രകടമാണ്. ആരുടെ ഏജൻസി പണിയാണോ, ആരുടെ കൃത്യമായ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ട്, അല്ലെങ്കിൽ നേർക്കുനേരെ പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ പിരിവുകാരായിട്ട് ആ ഓച്ചാനിച്ച് നിൽക്കുകയും സൗകര്യങ്ങൾ നേടുകയും അഴിമതി നടത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാ കാലത്തും പോലീസിലെ എല്ലാ കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവർക്ക് വലിയ അധികാര കേന്ദ്രങ്ങളായിട്ട് അവർ മാറാറുണ്ട്. അപ്പോൾ അത് താരതമ്യേന ഈ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനും നിർണ്ണയിക്കാനും ഭരണത്തിൻ്റെ പാഠവും പരിചയവും അല്ലെങ്കിൽ നീതിബോധവും ഒക്കെ കുറഞ്ഞ ഭരണാധികാരികളായിരിക്കുമ്പോൾ അത് അങ്ങേയറ്റം വഷളാവും. കേരളത്തിൽ ഒടുവിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് വെച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം തൊട്ട് അഡ്വൈസർമാരാണ് ഭരിക്കുന്നത്. ഒന്ന്, ഈ അഡ്വൈസർമാർ എന്ന് പറയുന്ന അഡ്വൈസർമാർ വേണ്ടി വരുന്നത് തന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ പാർട്ടിക്ക് അതീതരായ അഡ്വൈസർമാർ വേണ്ടി വരുന്നത് തന്നെ അങ്ങേയറ്റത്തെ ആ മുഖ്യമന്ത്രിയുടെ ദയനീയാവസ്ഥയ്ക്ക് തുല്യമാണ്. 10-12 അഡ്വൈസർമാരെ വെച്ചിട്ടും ഭരണം വളരെ ദുർബലവും ദയനീയവുമായി തീരുക. പോട്ടെ, അതൊന്ന്. രണ്ട്, മുഖ്യമന്ത്രിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാർ. വേറൊരു കാര്യം സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ളത്, കേരള പോലീസിലെ ഏറ്റവും കറപ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, വളരെ പ്രത്യക്ഷമായിട്ട് കറപ്റ്റാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരെ വളരെ നഗ്നമായി പിന്തുണക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു നിലപാട് പിണറായി പണ്ടും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ടോമിൻ J തച്ചങ്കരി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിണറായി ആലോചിച്ച് നോക്കൂ, ഉമ്മൻചാണ്ടി നടപടിയെടുത്താണ് അദ്ദേഹത്തിനെതിരായിട്ട്. സാക്ഷാൽ VS അച്യുതാനന്ദൻ നടപടിയെടുത്തതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ സുരക്ഷിതമായി പെൻഷൻ പറ്റി വീട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് പിണറായി. അത്തരം ഉദ്യോഗസ്ഥന്മാർ ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതേ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കറപ്റ്റായിട്ടുള്ള ഈ വളരെ വളരെ മോശം ട്രാക്ക് റെക്കോർഡുള്ള ഷെയ്ഡി ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ഏത് ട്രാക്കിലാണ് സഞ്ചരിക്കേണ്ടത് എന്നൊരു ചിത്രം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന കൂട്ടത്തിലാണ്
ഇപ്പോൾ സീനിയോറിറ്റി പ്രകാരം പ്രത്യക്ഷത്തിൽ മറികടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് DGP ആയിട്ട് ഇരുന്നത്. അത് അവിടെ അലങ്കാരത്തിന് ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മീതെ ഭരിക്കാൻ പിണറായി വിജയൻ്റെ ഒത്താശയും പിണറായി വിജയൻ്റെ ചൊൽപ്പടിയും പിണറായി വിജയൻ്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന ഒരാളെന്ന ഖ്യാതി ആദ്യമേ തന്നെ ഈ അജിത് കുമാറിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിന്നെ അതിൻ്റെ ഒരു ഹെറാർക്കി വരികയാണ്. എന്നുവെച്ചാൽ അജിത്തിനെ സല്യൂട്ട് ചെയ്യുന്ന, അജിത്തിന് വിശ്വാസമുള്ളവരുടെ താഴേ തലം വരെയുള്ള CI വരെയുള്ള DYSP CI വരെയുള്ളവരുടെ ഒരു ലീനിയേജ് വരികയാണ് താഴോട്ട്. അതല്ലാത്തൊരു ടീം നിസ്സഹായരായിട്ട് DGPയെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരള പോലീസിനകത്ത് 2 രാഷ്ട്രങ്ങൾ ഉണ്ടാവുക, 2 ഭരണകൂടങ്ങൾ ഉണ്ടാവുക, 2 വ്യവസ്ഥ ഉണ്ടാവുക. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ആ സംഭവിച്ചതിൽ പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ആണ് കൗതുകം നിറഞ്ഞത്. പക്ഷേ ചരിത്രത്തിൽ വലിയ ഉദാഹരണങ്ങൾ ഇല്ലാത്ത ഒന്നാണത്. അതായത് ഈ അജിത് കുമാർ ഇപ്പോൾ ആ കൂട്ടത്തിലാണത്രേ മലപ്പുറം SP ആയി സസ്പെൻഷനിലായി പോയ സുജിത് കുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ അതിൻ്റെ കൂടെയാണ് അത്ര. അപ്പോൾ തീർച്ചയായിട്ടും DIG ഇല്ലെങ്കിൽ തന്നെ DIG ഒരാളായതുകൊണ്ട് DGP ഒരാളായതുകൊണ്ട് അതിൻ്റെ താഴെയുള്ള 4 പേരോ മറ്റോ DGP റാങ്കിലുള്ളവരുണ്ടാവും. അപ്പോൾ ADGP തൊട്ട് താഴോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് SP മാരുണ്ടാവും, DYSP മാരുണ്ടാവും. ആ ട്രാക്കിൽ എവിടെയോ വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയെ റിപ്പോർട്ട് ചെയ്യുകയും മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മുഖ്യമന്ത്രിയെ കൂടി സമർത്ഥമായി വെട്ടിച്ചുകൊണ്ട് പലപ്പോഴും മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ, മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞും അറിയാതെയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സമാന്തര ഭരണകൂടം ഉണ്ടായിത്തീരുകയാണ്. എവിടുന്ന്? ഫ്രം ദ വെരി പൊളിറ്റിക്കൽ എൻറ്റിറ്റി, അവിടുന്ന് തന്നെ വരികയാണ്, പൊളിറ്റിക്കൽ ബോഡിയിൽ നിന്ന് തന്നെ വരികയാണ്. അതാണ് ഈ P ശശിയിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ P ശശിയെ ഇപ്പോൾ അജിത് കുമാറിന് തോന്നി, അജിത് കുമാറിന് സൗകര്യം, അജിത് കുമാറിൻ്റെ നീക്കങ്ങൾക്ക് സൗകര്യം പിണറായി വിജയനേക്കാൾ ശശിയാണ്. ശശിക്കും അതാണ് സൗകര്യം. അജിത് കുമാറിനെ പോലുള്ള ഇത്തരത്തിലുള്ള ഈ കുറ്റാരോപിതരായ മോശം ഇമേജുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചാൽ എന്തും ചെയ്യാം, എന്തും ചെയ്യിക്കാം, എന്തും നേടാം. അതേസമയം അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻകുമാർ ഉണ്ടായിരുന്നു, ജേക്കബ് തോമസ് ഉണ്ടായിരുന്നു, അവരൊന്നും ഒരോടത്ത് പഠിപ്പിക്കാറില്ല, അവരെ തള്ളി കളയുകയും ചെയ്യുമായിരുന്നു. അതെ, അങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശശി ഈ പറയുന്ന DGP അജിത് കുമാർ, അവിടുന്ന് താഴോട്ടുള്ള സുജിത് കുമാർ, ഈ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് 2 നറേറ്റീവ് നടക്കുന്നുണ്ട് കേട്ടോ. താരതമ്യേന ഈ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ സുജിത് കുമാർ ഉൾപ്പെടെ, മലപ്പുറത്തെ സുജിത് കുമാർ ഉൾപ്പെടെയുള്ള SP മാരെ കുറിച്ച് ഒക്കെ നല്ല ആളുകൾക്ക് താരതമ്യേന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജില്ലാതലത്തിൽ തന്നെ ക്ലീൻസ് ചെയ്ത, ഒന്ന് ശുദ്ധീകരിച്ച ഒരാളാണെന്നുള്ള ഒരു ഇമേജും ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ അറിഞ്ഞ വിവരങ്ങൾ വെച്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വിവരം വലിയ തോതിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന ഒരാൾ PV അൻവറാണ്. PV അൻവറിൻ്റെ താല്പര്യം എന്ത്? അതൊരു പ്രശ്നമാണല്ലോ. PV അൻവർ പറയുന്നു സുജിത് കുമാർ ശരിയല്ല, അജിത് കുമാർ ശരിയല്ല, ശശി ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം PV അൻവർ അദ്ദേഹത്തിൻ്റെ ഇന്നലെ വരെയുള്ള പൊതുപ്രവർത്തന ചരിത്രത്തിൽ എവിടെയെങ്കിലും സംശുദ്ധി എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവില്ല. ഇല്ല. വിശുദ്ധ രാഷ്ട്രീയം, മോറൽ പൊളിറ്റിക്സ്, നൈതികതയുടെ പൊതുപ്രവർത്തനം എന്നൊന്നും പറയുന്നത് അദ്ദേഹത്തിന് കേട്ടാൽ മനസ്സിലാവില്ല, ആ വാക്ക് നിവൃത്തിയില്ല. അപ്പോൾ ആ മനുഷ്യനാണ് വലിയ വിപ്ലവകാരിയായി ഈ കുത്തഴിഞ്ഞ അല്ലെങ്കിൽ അഴിമതി നിർഭരമായ ഒരു ഭരണകൂടത്തെ മുഴുവനും ശുദ്ധീകരിക്കാൻ വരുന്ന ഒരു ശക്തിയായിട്ട്, ഒരു 3ാം ഫോഴ്സായിട്ട് അവതരിക്കുകയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ P ശശി, അജിത് കുമാർ, സുജിത് കുമാർ എന്നൊക്കെ പറയുന്നത് എന്ന് അൻവർ ചൂണ്ടിക്കാണിച്ചപ്പോൾ മോശക്കാരെന്ന് നമ്മൾ ധരിച്ച ഒരു ടീമുണ്ടല്ലോ, ആ ടീമുമായിട്ട് എവിടെയോ വെച്ച് അൻവർ ഉടക്കുന്നിടത്താണുള്ള കാര്യങ്ങൾ. അൻവർ ഉടക്കുന്നത് എന്തിൻ്റെ പേരിലായിരിക്കും? ധാർമ്മികതയുടെ പേരിലാണോ? കേരളം അഴിമതി മുക്തമാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ? ഒരു കുറ്റകൃത്യം പോലീസിലുള്ളവർ ഒരു തരത്തിലുള്ള അന്യായത്തിനും കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന വല്ലാത്ത ധാർമ്മികതയുടെ വെമ്പൽ കൊണ്ടാണോ? ആവില്ലല്ലോ, ഒരിക്കലുമില്ല. കാരണം അൻവറിനെ പോലെ ഒരാൾ ഒരു പക്ഷേ പൊതുജീവിതത്തിൽ ഇത്രയേറെ ഷെയ്ഡി ആയിട്ടുള്ളൊരു ക്യാരക്ടർ, വിവരക്കേടുകൊണ്ട് ധാരാളമായ കേസുകളിൽപ്പെട്ടതിൻ്റെ പേരിൽ പൊതുമുതൽ
നശിപ്പിച്ചതിൻ്റെ പേരിൽ, പ്രകൃതിയെ നശിപ്പിച്ചതിൻ്റെ പേരിൽ, ഒരുപാട് പലതരത്തിലുള്ള ബിസിനസ്സിൽ പലതരത്തിൽ പലരെയും വഞ്ചിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ. കേസുകൾ മീൻസ് ആരോപണങ്ങളും പരാതികളും ഒക്കെ. കേസുകൾ ഒതുക്കി തീർക്കൽ വേറൊരു ഏർപ്പാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ കേരളത്തെ നന്നാക്കാൻ ഇറങ്ങുമ്പോൾ, കേരള പോലീസിനെ ശുദ്ധീകരിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തായിരിക്കുന്നതാണ്. അപ്പോൾ ഈ കേരള പോലീസിലെ ഈ ഹെറാർക്കിയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ DGPയെ വിട്ടിട്ട് ADGPയെ തൊഴാം എന്ന് തീരുമാനിക്കുന്നൊരു വ്യവസ്ഥ. ഈ ADGPക്ക് പിന്നീട് മുഖ്യമന്ത്രിയേക്കാൾ ഭേദപ്പെട്ട് തൊഴാൻ നല്ല ഒരു നേർക്ക് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു യജമാനെ കിട്ടുമ്പോൾ, P. ശശിയെ കിട്ടുമ്പോൾ ഡീൽ ചെയ്യാൻ എളുപ്പമാണ് എന്ന് തോന്നുമ്പോൾ മുഖ്യമന്ത്രിയെ പോലും സൈഡാക്കിയിട്ട് മുന്നോട്ട് പോകാം എന്ന് തോന്നുന്ന ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും അപകടകരമായിട്ടുള്ളത്. അത് പുറത്തു കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. രണ്ട് താല്പര്യക്കാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, രണ്ട് മാഫിയ തലവന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് ചിലതൊക്കെ പുറത്തു വരിക. അപ്പോൾ അതുകൊണ്ടിപ്പോൾ PV അൻവർ വിളിച്ചു പറയുന്നത് കേരള പോലീസിലെ കുത്തഴിഞ്ഞ ഈ പുഴുക്കുത്തുകളെക്കുറിച്ചാണെങ്കിൽ PV അൻവർ സംരക്ഷിക്കുന്ന പുഴുക്കുത്തുകൾ ആരൊക്കെയായിരിക്കും? അപ്പോൾ അപ്പുറത്ത് ഇതിനേക്കാളും മാരകമായത് ഉണ്ടാവുമല്ലോ. അത് വിളിച്ചു പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ P. ശശിക്കും അജിത് കുമാറിനും പറ്റാത്തതുകൊണ്ടാണല്ലോ. അത് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു, കണ്ടില്ലേ? ഇപ്പോൾ മലപ്പുറം SP ആയിരുന്ന സുജിത് കുമാർ അൻവറിൻ്റെ കാല് പിടിച്ച് എന്നെ രക്ഷിക്കണേന്ന് പറയുന്നത് അന്ന് വരെ ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ അരുതായ്മകളുടെ ഫലമായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ കുടുങ്ങിയിരിക്കുന്നു, എന്നെ രക്ഷിക്കണമെന്ന് അന്ന് വരെ യജമാനായിട്ട് പ്രവർത്തിച്ച ഒരാളോടായിരിക്കുമല്ലോ പറയണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് കേരള പോലീസിൽ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരള പോലീസ് രണ്ട് രാഷ്ട്രങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. രണ്ടും അധർമ്മത്തിൻ്റെ രാഷ്ട്രങ്ങളാണ്. രണ്ടും നേരെയാക്കാനുള്ള താല്പര്യങ്ങളല്ല. ഇനി ഇതിനെ നിയന്ത്രിക്കുന്ന രണ്ട് രാഷ്ട്രീയ സാമ്രാജ്യങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് പിണറായി വിജയൻ്റേതായാലും P. ശശിയുടേതായാലും. അതല്ലെങ്കിൽ പിണറായി വിജയനും P. ശശിക്കുമെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ രൂപം കൊണ്ട ഒരു പുതിയ മൂവ്മെൻ്റ് ആയാലും ഇതിലേതാണ് ധർമ്മപക്ഷത്ത്? ഏതാണ് കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത്? അതല്ല ആരുടെ കള്ളത്തരത്തിനെയാണ് മൂടി വെക്കേണ്ടത്? എൻ്റെ കള്ളത്തരം വെളിപ്പെടാതിരിക്കുകയും അവൻ്റെ കള്ളത്തരം വെളിപ്പെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കള്ളന്മാരുടെ താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണോ? ഇതാണ് ഇപ്പോൾ കേരള പോലീസിനെ കുറിച്ച് ഘട്ടത്തിൽ മാഫിയ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് നാടിന് നല്ലതാണെന്ന് തോന്നുന്നു. അതാണ് മൗലികമായ ചോദ്യം. അതാണ് മൗലികമായിട്ടുള്ള ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റുമുട്ടൽ ആത്യന്തികമായി ഇതിൽ ഒഫൻസിലും ഡിഫൻസിലും നിൽക്കുന്ന രണ്ടു കൂട്ടരും ഈ നാടിന് നന്മയ്ക്ക് വേണ്ടിയുള്ളവരാണ്. അൻവറും ശശിയും തമ്മിലാണ് ഇപ്പോൾ മുഖാമുഖം ഏറ്റുമുട്ടുന്നത്. ശശി നിർഭാഗ്യവശാൽ വായ മൂടിക്കെട്ടിയതുകൊണ്ട്, ഒരു പക്ഷേ അദ്ദേഹത്തിന് വായ പലതരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മിണ്ടാൻ പറ്റില്ലല്ലോ പല കാരണങ്ങളാൽ. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഡിഫൻസിലാണ്, പക്ഷേ അദ്ദേഹം മിണ്ടുന്നില്ല. പക്ഷേ ശശിയും അൻവറും ആത്യന്തികമായി പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിൻ്റെ നന്മയാണ്. ഒരിക്കലല്ല. ഇത് തന്നെയാണ് പോലീസിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായി വരുന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കേസ് ക്രൈംബ്രാഞ്ചിന് വിടും അല്ലേ എന്ന് തോന്നുന്നു. അതിൻ്റെ തീരുമാനം വിജിലൻസിന്, ക്രൈംബ്രാഞ്ചിനല്ല, വിജിലൻസിന് വിജിലൻസിനെങ്കിലും ആ കേസ് വിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇമേജിനെ വല്ലാതെ ബാധിക്കുമെന്നൊരു ചിത്രം വന്നിട്ടുണ്ട്. വലിയ പ്രഷറിലാണ് അദ്ദേഹം എന്ന് പറയുന്നു. അദ്ദേഹം ഇതുവരെ ഈ കേസിൽ പ്രതികരിച്ചിട്ടില്ല. ആ നടപടി നമ്മൾ കാണാൻ കാത്തിരിക്കുന്നു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് നടക്കുമെന്ന് നമുക്ക് നോക്കി കാണാം, കാത്തിരിക്കാം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.